السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന സൂറത്തുൻ നാസ് തന്നെ ആദ്യം ഒന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഈ സൂറത്തിലുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചുമപ്പ് അടയാളമുള്ളത്, ചുവന്ന അക്ഷര ലൈന് ഞാൻ വരച്ചിട്ടുള്ളത്, അതിൽ പിന്നെ ഓരോ നിയമങ്ങളാണ്. അതുപോലെ ഈ കറുപ്പ് ലൈന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ അക്ഷരങ്ങളെ സംബന്ധിച്ചാണ്. അവിടെ ഓഫാണ്. ഓഫ് എന്നുള്ളത് പിന്നെ ഹുറൂഫുൽ ഇസ്തിഅലായിൽ പെട്ട അക്ഷരമാണ്. അവിടെ ഓഫാണ്. ഐനാണ്. അവിടെ പിന്നെ ഹൽഖിന്റെ അക്ഷരമാണ് ഐൻ. ദാൽ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പിന്നെ ദാൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ റോയിനെ തഫ്ഖീം ചെയ്തുകൊണ്ട് പറയണം. അതേപോലെ അന്നാസ് നൂനുൽ മുശദ്ദദയാണ്, അവിടെ മണിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യണം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. മലിക്. ഇവിടെ പലരിലും കാണാവുന്ന ഒരു തെറ്റ്, ഈ കാഫിന് ഷദ്ദ് കൊടുക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അവിടെ കാഫിന് ഷദ്ദില്ല. മലിക്കി എന്നേ ഉള്ളൂ. മലിക്കിൻ വീണ്ടും നൂനുൽ മുശദ്ദദ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ മണിച്ചുകൊണ്ട് തന്നെ ഓതണം. മലിക്കിൻ നാസ് ഇലാഹി. അവിടെ ഹ ആണ്, ഹൽക്കിന്റെ അക്ഷരമായ ഹ വന്നിട്ടുണ്ട്. അന്നാസ് നൂനുൽ മുശദ്ദദ വീണ്ടും വന്നു. ഇലാഹിൻ നാസ്. പിന്നെ മിൻ ശർരി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നൂനു സാക്കിനയാണ്. നൂനു സാക്കിനയ്ക്ക് ശേഷം വരുന്നത് ഷീനാണ്. അതുകൊണ്ട് അവിടെ ഇഖ്ഫാ ബിഗുന്നത്തോടു കൂടി, അഥവാ ഈ നൂനിനെ എന്ത് ചെയ്യണം? നൂനിനെ മറച്ച് മണിച്ചുകൊണ്ട് ഓതണം. അപ്പൊ പിന്നെ ഇഖ്ഫാവും ബിഗുന്നക്ക് 15 അക്ഷരങ്ങളാണ് ഞാൻ താഴെ എഴുതിയിട്ടുള്ളത്. കാഫ്, ഓഫ്, ഫ, ലോ, തോ, ദാദ്, സ്വാദ്, ഷീൻ, സീൻ, സ, ദാൽ, ദാൽ, ജീം, സ, ത. ഈ 15 അക്ഷരങ്ങളിൽപ്പെട്ട ഏത് അക്ഷരം വന്നാലും നൂനു സാക്കിനക്കോ തൻവീനിനോ, ഇവിടെ തൻവീനാണെങ്കിലും നൂനു സാക്കിനക്ക് ശേഷം ഈ അക്ഷരങ്ങളിൽപ്പെട്ട ഏത് അക്ഷരം വന്നാലും അവിടെ പിന്നെ എന്ത് ചെയ്യണം? ഇഖ്ഫാവും ബിഗുന്നത്തോടു കൂടി പാരായണം ചെയ്യണം.
അപ്പോൾ ഇവിടെ ഇതിൽ വന്ന ഷീന് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും എന്ത് ചെയ്യണം, ഇഖ്ഫാ ചെയ്തുകൊണ്ട് തന്നെ ഓതണം. പിന്നെ വസ്വാസിൽ ഖന്നാസ്, ഖ പിന്നെ ഹൽക്കിന്റെ അക്ഷരമാണ്, അതുപോലെ ഇസ്തിലായിൽപ്പെട്ട അക്ഷരമാണ്. നൂനുൽ മുശദ്ദദ വീണ്ടും വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദി ദാൽ പറയുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ യുവസ്വിസു ഫീ സു, സ്വാദിന് ദമ്മാണ്. ദമ്മ വരുമ്പോൾ എന്തായാലും സ്വാദ് എന്നുള്ളത് പിന്നെ ഹുറൂഫുൽ ഇസ്തിഅലായിൽപ്പെട്ട അക്ഷരമാണ്. ഹുറൂഫുൽ ഇസ്തിഅലായിൽപ്പെട്ട അക്ഷരങ്ങൾ പറയുമ്പോൾ വായ പിന്നെ നിറയെ ഉച്ചരിക്കണം, വായ ഉയർത്തി ഉച്ചരിക്കണം, വളരെ ശബ്ദത്തോടു കൂടി. പിന്നെ പറയേണ്ട അക്ഷരങ്ങളിൽപ്പെട്ട ഹുറൂഫുൽ ഇസ്തിഅലായിൽപ്പെട്ട പിന്നെ സ്വാദ്, അതുപോലെ ഖോ, ഓഫ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. അതാണ് പിന്നെ ബ്ലാക്ക് ലൈൻ ഇട്ടത്. الذي يوسوس في صدور الناس من الجنة. ഇവിടെ നൂനുൽ മുശദ്ദദ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ അവസാനത്തെ വചനത്തിൽ മിനൽ ജിന്നതി വന്നാസ്. ഒന്നുകൂടി പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس